ഹായ്, ഇതിപ്പം മമ്മീൻ്റെ അടുത്ത് വന്നതായിട്ട് ഞങ്ങൾ വൈകുന്നേരം വന്നതാണ്. ഇതിപ്പോൾ രാത്രി കിടക്കുമ്പോഴാണ് മൂന്നാളും കൂടിയല്ലേ. അങ്ങനെ ഇതാ പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് ഇതാ മമ്മി ആദ്യം നമ്മൾ ഇത് തന്നെ രാവിലെ തന്നെ കുളിക്കണം. അപ്പോൾ മമ്മീൻ്റെ അടുത്ത് വന്നിട്ട് കാലിലെല്ലാം കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇതാ പൈപ്പിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പം മമ്മി വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോൾ അത് വേഗം വരും കേട്ടോ. വന്നിട്ട് കുളിക്കാൻ നിൽക്കും. ഇതെൻ്റെ മമ്മീൻ്റെ അടുത്തുള്ള ചെടിയാണ് കേട്ടോ. അക്കുസട്ടാ ನಾನು കുളിക്കുന്നുണ്ട് മോനുഷേ. അക്കുസട്ടാ ನಾನು കുളിക്കുന്നുണ്ട് അക്കുസട്ടാ. മമ്മിക്ക് ചെടിയോടെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഏടുന്ന് ഒരു ചെറിയ കഷ്ണം കിട്ടിയാലും അതുകൊണ്ട് നടും. അങ്ങനെ പക്ഷെ സ്ഥലം കുറവായതുകൊണ്ട് തന്നെ എല്ലാം ഒരുമിച്ചായിരിക്കട്ടെ നട്ടിട്ടുള്ളത്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് മമ്മി തുടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന്. ഇതെല്ലാം എൻ്റെ മോനൂസ് മുത്തൽ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നതാണ്. പക്ഷെ ഞങ്ങളടുത്ത് ഇപ്പം ഇങ്ങനെ നായ്ക്കുഞ്ഞൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ കുളിപ്പിക്കുന്നതെല്ലാം കാണുന്നത് ആദ്യമായിട്ടാണ്. കുളി കഴിഞ്ഞ് എൻ്റെ തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ടില്ലേ മമ്മി അതിൻ്റെ മേലേക്ക് ഒരു പുതപ്പിൻ്റെ കഷ്ണമെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും പിടിച്ചുകൊണ്ട് കളിക്കുന്നുണ്ട്. കുറച്ച് സമയം ആ കളി നോക്കിക്കൊണ്ട് ഇന്ന് നമ്മൾ റെയിലിൻ്റെ അടുത്ത് തന്നെ ആയിട്ടോ ഞങ്ങളെ വീട്. കുളിയെല്ലാം കഴിഞ്ഞ് പുതപ്പിട്ട് കിടത്തിയാലും ഒരാളിങ്ങനെ ഇവിടെ വിറച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ടൗണിൽ പോയി. മോനൂസിന് ഇന്ന് കരാട്ട ക്ലാസ് ഉണ്ട്. അങ്ങനെ മോനൂസിനെ കരാട്ട ക്ലാസ്സിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നതാണ്. മോനൂസിനെ കരാട്ട ക്ലാസ്സിന് കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ നേരെ മമ്മിക്ക് ഒരു പെർഫ്യൂം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നിത പെർഫ്യൂമിൽ പോയിട്ട് ഞങ്ങൾ ഒരു 2 പെർഫ്യൂമും കാര്യമെല്ലാം വാങ്ങിയിട്ട് വന്നു. ഇതാടുന്നില്ല മുത്തിൻ്റെ കളിയാണ് കേട്ടോ. മുത്ത് അവരോട് എന്തെല്ലാം നുണയെല്ലാം ചോദിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആടുന്ന പെർഫ്യൂമും പിന്നെ ഒരു കുന്തിരിക്കം കണക്കിയല്ലോ അതും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് ബിരിയാണി പാർസൽ വാങ്ങി. അങ്ങനെ ഇവർ കരാട്ട ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തി. അച്ചു ആണ് മോനൂസിനെയും കൂട്ടിയിട്ട് വന്നത് കരാട്ട ക്ലാസ്സും കഴിഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ പാർസൽ വാങ്ങി ബിരിയാണിയും കഴിച്ചുകൊണ്ട് ഇരിക്കുന്നതാണിത്. വീട്ടിലെത്തിയാൽ പിന്നെ നമുക്കെപ്പോഴും അങ്ങനെയാണല്ലോ. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളിങ്ങകത്ത് കുറച്ചാൾ പുറത്തുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർക്കില്ലതും കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ വൈകുന്നേരത്തെ പണിയിൽ മമ്മി രാവിലെ തന്നെ അരി പുതിർത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോകുമ്പോഴത്തേക്കും പത്തൽ വിട്ടുതരാൻ വേണ്ടിയിട്ട്. അപ്പോൾ മമ്മി ഇറക്കുന്നുണ്ട്. മമ്മി അരച്ചിട്ട് ഞാൻ പോകാനാകുമ്പോഴത്തേക്ക് അത് ചുട്ട് വന്നു. ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പണി തുടങ്ങിയിട്ടാ മമ്മി. എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ വിളിക്കും, പെട്ടെന്ന് വിളിച്ചാൽ പോകണ്ടേ അറിഞ്ഞിട്ട്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുത്ത് വന്ന് തിന്നിട്ട് അടിപൊളിയുണ്ട് എന്നെല്ലാം മമ്മിയോട് പറയുന്നുണ്ട്. ഇതിപ്പോൾ പത്തലാക്കിയത് കൊണ്ട് തന്നെ ഇനി രാത്രി പോയിട്ട് എനിക്കൊരു പരിപാടിയും ഇല്ല. ഇനി പോകുമ്പം എന്തെങ്കിലും കറിയും വാങ്ങി പോകണമെന്ന് വിചാരിക്കുന്നു. ഈ സമയത്തില്ലേ എൻ്റെ മക്കളെല്ലാം അവിടെ TV നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. അച്ഛൻ മോൻസും മുത്തെല്ലാം. അതിൻ്റെ ഇടയിൽ അഞ്ചേട്ടൻ വിളിച്ചിനെ. അപ്പം പിന്നെ വേഗം നമ്മൾ ചായ മാത്രം കുടിച്ചിട്ട് വേഗം ഇറങ്ങി. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു കെട്ട് എന്തായാലും നമുക്ക് ഉണ്ടാവണമല്ലോ. അങ്ങനെ മമ്മി എന്നെ കെട്ടാണ് ഇതെല്ലാം. അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്തായാലും എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ. അങ്ങനെ ഒന്നും വരാഞ്ഞിട്ടതാ. ഇന്നിപ്പോൾ എനിക്ക് മമ്മി മാച്ചിയാക്കി തന്നിന്. മാച്ചിയുണ്ട്, കുറച്ച് തേങ്ങയുണ്ട്. അങ്ങനെ കുറച്ച് സാധനം എടുത്തിട്ടതാ ഞങ്ങളെ വീട്ടിലേക്ക് മടങ്ങി. ഇവർക്കില്ലേ മമ്മിക്ക് ഉമ്മ കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇരുന്നിടത്തുനിന്ന് ആദ്യം ഇറങ്ങിയിട്ട് ഉമ്മയും കൊടുത്തിട്ട് പോന്നെയാ രണ്ടാളും. ഇത് കാറിൽ മുമ്പിലിരിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നയാ എൻ്റെ മുത്ത്. അങ്ങനെ മമ്മിക്ക് ടാറ്റയാക്കിയിട്ട് ഞങ്ങൾ വിട്ടു വിട്ടായിരുന്നു. അപ്പോൾ വിട്ടിട്ട് അഞ്ചേട്ടൻ ചായ കുടിച്ചോന്ന് ചോദിച്ചിന്. ചായ മാത്രം കുടിച്ചതേ ഇല്ലു പറഞ്ഞുകൊണ്ട് അഞ്ചേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചായ കുടിച്ചിട്ട് തന്നെ പോകാൻ പറഞ്ഞിട്ട് കോഫി ഹൗസിലേക്ക് പോയി. അങ്ങനെ ആടുന്നത് മസാല ദോശ, നെയ് റോസ്റ്റ്, മുത്ത് പൊറോട്ടയാണ് പറഞ്ഞത്. അങ്ങനെ അതെല്ലാം കഴിച്ചു. മോനൂസിന് വട മതി പറഞ്ഞിട്ട് അങ്ങനെ മോനൂസിന് വടയും വാങ്ങി. പിന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ കറി ഓർഡറാക്കി. രാത്രിത്തേക്കില്ലാത്ത പത്തലിനുള്ള കറിയും ഓർഡറാക്കി. അതുകൊണ്ട് ഇന്ന് രാത്രി പോയിട്ട് ഒരു പണിയും ഇല്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ സന്തോഷത്തിലാണ്. വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മോനൂസ് എപ്പോഴും ഇങ്ങനെ ആക്കൽ എന്തെങ്കിലും കോമിക് കാണിക്കും. അങ്ങനെ ഞങ്ങൾ കറിയും വാങ്ങി. പിന്നെ വാവച്ചിക്കുള്ളതും വാങ്ങിയിട്ട് ഞങ്ങളെ വീട്ടിലേക്ക്. ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.